Hi my dear students, once again welcome back to definite integrals. കഴിഞ്ഞ ദിവസം നമ്മൾ ഡെഫിനറ്റ് ഇന്റഗ്രൽസിന്റെ ലിമിറ്റ് ഓഫ് എ സം എന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് ലിമിറ്റ് ഓഫ് എ സം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ നമ്മൾ ഒരു ഫോർമുല പഠിച്ചു. ആ ഫോർമുല നമ്മൾ ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. ഇന്റഗ്രൽ a to b fx dx എന്ന് പറഞ്ഞാൽ fx dx is equal to limit h tends to 0 h into f of a plus f of a plus h plus f of a plus 2h plus etc plus f of a plus n minus 1 into h. ഇതായിരുന്നു നമ്മുടെ ഫോർമുല ലിമിറ്റ് ഓഫ് എ സം where h is equal to b minus a divided by n. അതുപോലെ നമ്മൾ പറഞ്ഞു as n tends to number of partitions tends to infinity, h tends to width of the interval tends to 0. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന ഫോർമുല. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. പല വർഷങ്ങളിലും ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് നമ്മുടെ എക്സാമിനേഷനിൽ കണ്ടിട്ടുണ്ട്. അത് വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. അതിൻ്റെ മെത്തേഡ് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 1-2 പ്രോബ്ലം നിങ്ങൾക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പ്രോബ്ലം ഇന്റഗ്രൽ 2 to 4 x dx. നമ്മുടെ അടുത്ത നമ്പറായിട്ട് നമുക്ക് ഇടാം 173 ആണല്ലോ നമ്മുടെ അടുത്ത നമ്പർ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതണം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 2 to 4 x dx ആസ് ദി ലിമിറ്റ് ഓഫ് എ സം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇത്തരത്തിൽ ചെയ്താൽ മതിയാവും. ലിമിറ്റ് ഓഫ് എ സം ഇത് പ്രത്യേകിച്ച് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കും. ഇത്തരത്തിലാണ് ചെയ്യേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോട്ട് ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇത്തരത്തിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ 2 to 4 x dx എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ആണ് അല്ലേ. എന്ത് വരും നമുക്ക് ആൻസർ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം ആദ്യമേ തന്നെ. എക്സിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം x സ്ക്വയർ ബൈ 2 ആണ് അല്ലേ. അപ്പോൾ x സ്ക്വയർ ബൈ 2 ലിമിറ്റ് 2 to 4. അപ്പോൾ 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 16 4 സ്ക്വയർ വരും. 16 മൈനസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ 16 മൈനസ് 4 12 വരും. 12/2 6 എന്ന് വരും. അപ്പോൾ ഇതായിരിക്കണം നമുക്ക് കിട്ടേണ്ട ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓഫ് എ സം ആയിട്ടൊന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ആദ്യം വേണ്ടത് h കണ്ടുപിടിക്കുക എന്നുള്ളത്. വാട്ട് ഈസ് h? h is equal to b minus a divided by n. That is the formula. So b minus a divided by n. b is 4. So 4 minus 2 divided by n. 2 by n. Or h is equal to 2 by n. Or we can say ഒന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതായത് that is h is equal to 2 by n. ഒന്ന് ക്രോസ് ചെയ്താൽ നമുക്ക് nh is equal to 2 എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പേര് വിളിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ആദ്യം a എന്താണ് b എന്താണ് ഒന്നൊന്ന് എഴുതുന്നതും കുഴപ്പമില്ല, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് f of x എന്താണ്? f of x എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന x അല്ലേ, x ആ. അപ്പോൾ f of a എന്ന് പറഞ്ഞാൽ എന്ത് വരും? f of 1 വരും അല്ലെ, സോറി 2 വരും. f of 2 എന്ന് പറഞ്ഞാൽ fx എന്ന് പറഞ്ഞാൽ x ആയതുകൊണ്ട് f of 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ? 2 എന്ന് തന്നെ വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വേണ്ടത് നമ്മുടെ ഫോർമുലയ്ക്കകത്ത് f of a plus h എന്ന് പറഞ്ഞാൽ f of a എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 plus h ആണ്. f of x എന്ന് പറഞ്ഞാൽ x ആയത് എന്നുവെച്ചാൽ ഇവിടെ എന്ത് വരുന്നോ അത് തന്നെയാണ് ഫംഗ്ഷന്റെ വാല്യൂ. അപ്പോൾ f of 2 ആണെങ്കിൽ 2 ആണ്. അപ്പോൾ f of 3 ആണെങ്കിൽ 3 വരും. f of 2 plus h ആണെങ്കിൽ എന്ത് വരും? 2 plus h വരും. ഓക്കെ, ഇനി നമുക്ക് f of a plus 2h എന്ന് കണ്ടുപിടിക്കാം. a plus 2h that is f of 2 plus h ഉള്ളിടത്ത് 2h വരും. അപ്പോൾ ഇവിടെ എന്ത് വരുന്നോ അത് തന്നെ വരുന്നതിനാൽ 2 plus 2h വരും. ഇപ്പോൾ നമുക്ക് പാറ്റേൺ മനസ്സിലായിട്ടുണ്ട്. വേണേൽ നമുക്ക് ഒരു ടേം അങ്ങോട്ട് എഴുതാം. f of a plus 3h that is f of 2 plus 3h is nothing but 2 plus 3h, right? Yes.
അങ്ങനെ അങ്ങ് പോയിട്ട് ലാസ്റ്റ് നമുക്ക് വരുന്ന എഫ് ഓഫ് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എച്ച് എന്നാണ്. അതെ, എഫ് ഓഫ് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർമുല വെച്ച് ഇത് തന്നെ കിട്ടും. എഫ് ഓഫ് ടു പ്ലസ് എൻ മൈനസ് എഫ് ഓഫ് ടു പ്ലസ് എൻ മൈനസ് വൺ എച്ച് ആണ്. ഇവിടെ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആയതുകൊണ്ട് നമുക്ക് അത് തന്നെ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈ പാറ്റേൺ ടു പ്ലസ് എച്ച്, ഇവിടെ ടു പ്ലസ് ടു എച്ച് വന്നപ്പോൾ ടു പ്ലസ് ടു എച്ച്, ടു പ്ലസ് ത്രീ എച്ച് വന്നപ്പോൾ ടു പ്ലസ് ത്രീ എച്ച്. അപ്പോൾ ഇവിടെ ടു പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എച്ച് എന്നെഴുതാം. മനസ്സിലായ മക്കളെ? അതായത് നമുക്ക് വരുന്ന ആണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ വേണം എഴുതിയേക്കാം. എഫ് ഓഫ് ടു പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എച്ച്, എയുടെ സ്ഥാനത്ത് ടു കൊടുത്തു. ഇവിടെ എന്ത് വരുന്നോ അത് തന്നെയാണ് ഫംഗ്ഷന്റെ വാല്യൂ. സോ ടു പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എച്ച് എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഫോർമുലയ്ക്കകത്ത് കൊടുക്കുന്നു. വാട്ട് ഈസ് അവർ ഫോർമുല? ഇന്റഗ്രൽ എ ടു ബി, റൈറ്റ് ദ ഫോർമുല, എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h tends to 0 h times f of a പ്ലസ് ഫോർമുല നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം, കാരണം ഫോർമുലയ്ക്ക് മാർക്കുള്ളതാണ്. എഫ് ഓഫ് എ പ്ലസ് ടു എച്ച് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് ലാസ്റ്റ് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എച്ച്. ഓക്കെ മക്കളെ? ഓക്കെ, ഇനി നമുക്ക് ഈ വാല്യൂസിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. നമുക്ക് വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കാം. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 ആണ്, എഫ് ഓഫ് എ പ്ലസ് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് എച്ച് ആണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 ആണ്, എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് എച്ച് ആണ്, പ്ലസ് അടുത്ത് വരുമ്പോൾ 2 പ്ലസ് 2 എച്ച് വരും. ഇങ്ങനെ വന്ന് ലാസ്റ്റ് 2 പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എച്ച് എന്ന് വരും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു, മക്കളെ ഇനി നമുക്കിതൊന്ന് കൂട്ടാം. ഇവിടെ എത്ര 2 ഉണ്ടെന്ന് നോക്കി. ഇവിടെ കുറേയധികം 2s കാണുന്നുണ്ട്. ഒരു 2 ഉണ്ട്, ഇത് രണ്ടാമത്തെ 2, ഇത് 2 പ്ലസ് എച്ചിൻ്റെ കൂടെ ഒരു മൂന്നാമത്തെ 2. അതായത് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു 2, പിന്നെ ഈ 2 പ്ലസ് എച്ച് വരുമ്പോൾ ഒരു 2, അടുത്ത 2 പ്ലസ് 2h വരുമ്പോൾ ഒരു 2, അങ്ങനെ 2 പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു എച്ച് വരുമ്പോൾ അടുത്ത 2, അങ്ങനെ പോവാം. നമുക്കൊന്ന് എണ്ണി നോക്കാം എത്ര എണ്ണം ഉണ്ടെന്ന്. എത്ര ടൈം ഉണ്ടെന്ന് നോക്കിയാൽ മതി. അത്രയും 2 ഉണ്ട് അല്ലേ? എത്ര ടൈമാണ് ഉള്ളത് ഇവിടെ? ഇവിടെ എച്ചിൻ്റെ നമ്പർ വെച്ച് കോഎഫിഷ്യന്റ് വെച്ച് നമുക്ക് വേണേൽ എണ്ണാം എളുപ്പത്തിൽ. ഒരു എച്ച് വന്നപ്പോൾ ഒരു ടൈം, 2h ആയപ്പോൾ 2 ടൈമായി, 3h വരുമ്പോൾ 1 2 3 ടൈമായി, അങ്ങനെ വന്ന് ലാസ്റ്റ് എൻ മൈനസ് വൺ എച്ച് വരുമ്പോൾ എൻ മൈനസ് വൺ ടൈമായി ഇവിടെ വരെ, പ്ലസ് നമ്മുടെ ഈ ഫസ്റ്റ് ടൈമും കൂടി ഉണ്ട്. ഒന്നുകൂടെ പറയാം. എച്ച് വന്നപ്പോൾ ഒരു ടൈം, 2h വന്നപ്പോൾ 2 ടൈമായി, 3h വന്നപ്പോൾ 3 ടൈമായി. അപ്പോൾ എൻ മൈനസ് വൺ ഇൻറ്റു എച്ച് വരുമ്പോൾ എൻ മൈനസ് വൺ ടൈംസ് ആവും. പിന്നെ ഈ ഫസ്റ്റ് ടൈം ഇത് നമ്മൾ കൂട്ടാതെ പറയും. അപ്പോൾ എൻ മൈനസ് വണ്ണും പിന്നെ ഒരു ടൈമും കൂടെ ഉണ്ട്. ദറ്റ് ഈസ് എൻ മൈനസ് വൺ പ്ലസ് വൺ, n ടൈംസ് ആണ് നമുക്കുള്ളത് അല്ലേ? അപ്പോൾ n ടൈംസ് ഉണ്ട്. ഈ n ടൈംസിന്റെ കൂടെ എന്തുണ്ട്? 2 ഉണ്ട്. എല്ലാത്തിലും ഒരു 2 ഉണ്ട്. അപ്പോൾ നമ്മൾ 2 n ടൈംസ് നമ്മൾ കൂട്ടുക. 2 ടൈംസ് കൂട്ടിയാൽ എത്ര വരും? 2 ഇൻറ്റു 2. 3 ടൈംസ് കൂട്ടിയാലോ? 3 ഇൻറ്റു 2. 4 ടൈംസ് കൂട്ടിയാലോ? 4 ഇൻറ്റു 2. അപ്പോൾ n ടൈംസ് കൂട്ടിയാലോ? n ഇൻറ്റു 2 ഓർ n ഇൻറ്റു 2. അതിന് ഞാൻ 2 n ഇൻറ്റു 2 ഈ സെയിം ആസ് 2 ഇൻറ്റു n, ദറ്റ് ഈസ് 2n. അപ്പോൾ n2s എല്ലാം കൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കുക, h നോക്കുക. ഇവിടെ ഒരു h ഉണ്ട്, ഇവിടെ അടുത്ത് 2h ഉണ്ട്, അടുത്ത 3h ഉണ്ട്, പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് വൺ ഇൻറ്റു h ഉണ്ട്. ഓക്കെ മക്കളെ? സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു 2n പ്ലസ്, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ എല്ലാം ഒരു h കോമൺ ആണ്. അപ്പോൾ നമുക്ക് h ഇങ്ങ് പുറത്തേക്ക് എടുക്കാം. പിന്നെ 1 പ്ലസ് 2 പ്ലസ് 3 അല്ലേ, പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് വരുന്നത് n മൈനസ് വൺ. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h ടൈംസ് 2n, അതിന് മാറ്റമില്ല, h ഇൻറ്റു
ഇനി നമ്മൾ ഇതൊന്ന് കൂട്ടുക. 1 + 2 + 3 + etc. + n - 1. ഇത് കൂട്ടാൻ നമ്മൾ നേരത്തെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയർ ഒരു ഫോർമുല പഠിച്ചു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 1 + 2 + 3 + etc. + n എന്ന് പറഞ്ഞാൽ അതന്നെ സിഗ്മ n എന്ന് പറഞ്ഞ് നമ്മൾ പ്രോഗ്രഷനകത്ത് പഠിച്ചിട്ടുണ്ട്. സിഗ്മ n, സം ഓഫ് ദി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഓർക്കുന്നുണ്ടോ എന്താണ് ഫോർമുല? യെസ്, n × n + 1 / 2. അതുപോലെ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സിഗ്മ n സ്ക്വയർ, n × n + 1 × 2n + 1 / 6 ആണ്. പിന്നെ സിഗ്മ n³ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ n × n + 1 / 2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 1 + 2 + 3 + etc. + n ആയിരുന്നെങ്കിൽ n × n + 1 / 2 എന്ന് വന്നേനെ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ, ഇവിടെ ലാസ്റ്റ് ടൈം n അല്ല, n - 1 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ n - 1 ആണ്. വാട്ട് ഈസ് സിഗ്മ n - 1? n ഉള്ളിടത്തെല്ലാം n - 1 കൊടുത്താൽ മതി. സോ n - 1 × n - 1 അതിനോട് ഒന്ന് കൂട്ടും +1/2. മനസ്സിലായോ? ഇവിടെ സിഗ്മ n ആണെങ്കിൽ n-ന്റെ കൂടെ n × n + 1/2 എന്ന് വരും. ഇവിടെ സിഗ്മ n - 1 ആണെങ്കിൽ n ഉള്ളിടത്തെല്ലാം n - 1 കൊണ്ട് റീപ്ലേസ് ചെയ്യും. സോ n - 1 × n - 1 + 1/2 എന്ന് വരും. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ അത് എവിടെ കൊടുക്കാം നമുക്ക്? സോ ഇറ്റ് ഈസ് n - 1 × n - 1 + 1/2. ദാറ്റ് ഈസ് ഇതിന്റെ ഈ സമ്മാണ്, ഈ പറഞ്ഞതിന്റെ സമ്മാണ്. ഓക്കെ മക്കളെ, ഇനിയൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ ആവും. അത്രയേ ഉള്ളൂ. സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0, ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h × 2n പ്ലസ്, ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, h × ഇത് -1 + 1 ക്യാൻസൽ ആയി പോകും, അപ്പോൾ n വരും. സോ n × n - 1 / 2 എന്ന് വരും. ഓക്കെ, ഈ ബ്രാക്കറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ദിസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2nh എന്ന് വരും അല്ലേ? ഇത് h × 2n 2nh പ്ലസ് ഇത് h × h സ്ക്വയർ വരും, h സ്ക്വയർ × n × n - 1 / 2. ഓക്കെ മക്കളെ, ഇനി നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. വാട്ട് ഈസ് ഇക്വേഷൻ നമ്പർ 1? നമ്മളിവിടെ ഇക്വേഷൻ നമ്പർ 1 എഴുതി വെച്ചിട്ടുണ്ട്, nh-ന്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? nh = 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ nh-ന്റെ വാല്യൂ നമുക്ക് ഇവിടെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഒരു nh ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു nh ഉണ്ട്. ആ nh = 2 ആണ്. ആസ് ഇക്വേഷൻ നമ്പർ 1 സേസ് nh = 2 ആയതുകൊണ്ട് നമുക്ക് വാല്യൂ കൊടുക്കുമ്പോൾ ലിമിറ്റ് h ടെൻഡ്സ് ടു 0 2 × nh ഉള്ളിടത്ത് 2 പ്ലസ് ഇവിടെ ഒരു nh ഉണ്ട്, പിന്നെ ഒരു h കൂടെ ഉണ്ട്, h സ്ക്വയർ അല്ലേ ഉള്ളേ, ഇൻറ്റു n-ഉം h-ഉം ഇങ്ങ് പോകുന്നു, പിന്നെ ഒരു h ഉണ്ട്, പിന്നെ n - 1 / 2 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0 2 × 2 ഈസ് 4 പ്ലസ് nh-ന്റെ വാല്യൂ നമുക്ക് 2 എന്ന് കൊടുക്കാം, 2 × h × n - 1 / 2. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0 4 പ്ലസ് ഇവിടെ ഒരു h ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു n-ഉം കൂടെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് nh-ന്റെ വാല്യൂ കൊടുക്കാമായിരുന്നു. അപ്പോൾ h-ന്റെ കൂടെ ഒരു n-നെയും കൂടെ നമ്മൾ ഇടുവാണ്, പുറത്തെടുത്താൽ. അപ്പോൾ ഇവിടെ n പോന്നാൽ പിന്നെ നമുക്ക് 1 ഉള്ളൂ. ഇവിടെ നിന്ന് n എടുത്താലോ ഒരു 1/n വരും അല്ലേ? നോക്കിക്കേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കിക്കേ. nh × 1 ഈസ് nh, nh × 1/n ഈസ്, ഇത് രണ്ടും കട്ടായി പോയിട്ട് h എന്ന് വരും. അപ്പോൾ കറക്റ്റ് അല്ലേ? യെസ്. വീണ്ടും നമുക്ക് nh വന്നു, അപ്പോൾ nh-ന്റെ വാല്യൂ കൊടുക്കാം. nh = 2 ആണല്ലോ, അപ്പോൾ വാല്യൂ കൊടുക്കാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0 4 പ്ലസ് nh = 2 ആണ്. സോ 2 × 1 - 1/. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻഡ്സ് ടു
0, 4 plus 2 minus 2 by n. Okay, that is the limit h tends to 0, 6 minus 2 by n. Okay, ഇനി മക്കളെ നമ്മൾ ഈ സെക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് 6 എന്നുള്ള കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ആസ് എച്ചിന്റെ വാല്യൂ ആസ് h ടെൻസ് ടു 0യിലേക്ക് പോകുമ്പോൾ എന്നിന്റെ വാല്യൂ എങ്ങോട്ട് പോകും? പാർട്ടീഷൻ കൂടുന്നതനുസരിച്ചാണ് ഇതിന്റെ വിഡ്ത്ത് കുറയുന്നത്. അപ്പോൾ ആസ് h ടെൻസ് ടു 0 ആകുമ്പോൾ n ടെൻസ് ടു ഇൻഫിനിറ്റി ആവും. ഓക്കെ, അപ്പോൾ ഈ 1/n ടെൻസ് ടു എങ്ങോട്ട് പോകും? എന്നിന്റെ വാല്യൂ കൂടി പോവുകയാണെങ്കിൽ 1/n എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകും? 0യിലേക്ക് പോകും. കാരണം നമുക്കറിയാം എന്നിന്റെ വാല്യൂ സപ്പോസ് 1/x ആണെന്ന് വിചാരിക്കാം, നമ്മൾ 1/n ആണെന്ന് വിചാരിക്കാം. ഇതിനകത്ത് എന്നിന്റെ വാല്യൂ 10 ആണെങ്കിൽ നമ്മൾ 1/10 എന്ന് പറയുമ്പോൾ 0.1 ആയി. എന്നിന്റെ വാല്യൂ 100 ആണെങ്കിൽ 1/100 എന്ന് വരുമ്പോൾ ഇത് 0.01 ആയി അല്ലേ? അപ്പോൾ ഇങ്ങനെ എന്നിന്റെ വാല്യൂ കൂടി പോവുകയാണെങ്കിൽ ഈ 1/n വാല്യൂ നോക്കിക്കേ 0.1 ആയി, 0.01 ആയി. അടുത്തത് ഇതിലും വലിയ നമ്പറാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്ന വാല്യൂ കുറച്ചും കൂടെ ചെറുതാവും. അപ്പോൾ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ടെൻസ് ടു എങ്ങോട്ട് പോകും? 0യിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് 6 എന്ന് എഴുതാം. ലിമിറ്റ് അതിനകത്ത് h അപ്ലൈ ചെയ്യാൻ വേണ്ടി വാല്യൂ ഇല്ലാത്തതിനാൽ, എച്ചിന്റെ ടൈം ഒന്നും ഇല്ലാത്തതിനാൽ നമുക്ക് നേരിട്ട് 6 എന്ന് എഴുതാം. മൈനസ് ലിമിറ്റ് h ടെൻസ് ടു 0, 2/n അല്ലേ? അപ്പോൾ ആസ് ഈ പ്രോപ്പർട്ടി എഴുതാം. ആസ് h ടെൻസ് ടു 0 ഇവിടെ 0യിലേക്ക് പോകുമ്പോൾ n ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോയി ഈ 1/n എന്നുള്ളത് 0 ആവും. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 മൈനസ് 2 ഇൻറ്റു 1/n വാല്യൂ 0യിലേക്ക് പോകും. സോ 6 മൈനസ് 0 ഇറ്റ്സ് ഈക്വൽ ടു 6 എന്ന് വരും. അപ്പോൾ മക്കളെ ഇതാണ് ഈ ഇന്റഗ്രേഷൻ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം എന്ന് പറയുന്നത്. ഡെഫിനറ്റ് ഇന്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം. ആക്ച്വലി നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്ന ആൻസർ ആണ്. പക്ഷെ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇത്രയും പ്രോസസ്സ് ഉണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ഈ പ്രോസസ്സ് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. അടുത്ത പ്രോബ്ലം പോലെ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ ചെയ്യുന്നത് എയും ബിയും എന്താണെന്ന് എഴുതിയിട്ട് എച്ച് കണ്ടുപിടിക്കും. അതിനകത്ത് NHന്റെ വാല്യൂ കണ്ടുപിടിച്ച് വയ്ക്കും. പിന്നെ നമ്മുടെ ഫോർമുലയ്ക്കകത്ത് വരുന്ന എഫ് ഓഫ് എ പ്ലസ് എച്ച്, എഫ് ഓഫ് എ പ്ലസ് 2h, എഫ് ഓഫ് എ പ്ലസ് 3h അതിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിച്ച് വയ്ക്കും. പിന്നെ ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നിടം വരെ നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ്. പിന്നെ താഴോട്ട് വരുന്ന ഇത്തിരി സിംപ്ലിഫിക്കേഷനാണ്. ആ സിംപ്ലിഫിക്കേഷൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ സിമ്പിളാണ്. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് കണ്ടാൽ മതി. ഒന്നുകൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ മക്കളെ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 174. ഇന്റഗ്രൽ ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 5 x plus 1 dx as the limit of a sum. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2016 ആണ് ഏറ്റവും അവസാനമായിട്ട് ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം സിമ്പിളും. മെത്തേഡ് ഒക്കെ സെയിം ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതാം. എ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 0 ബി എന്ന് പറഞ്ഞാലോ 5 അപ്പോൾ നമുക്ക് h കണ്ടുപിടിക്കാം. വാട്ട് ഈസ് h? ഫോർമുല b minus a divided by n. So it is b 5 ആണ്. 5 minus 0 by n. So that's equal to 5 by n. അപ്പോൾ h is equal to 5 by n implies h is equal to 5 by n ആണെങ്കിലോ h is equal to 5 by n ആണെങ്കിൽ ക്ലോസ് ചെയ്യുമ്പോൾ nh is equal to 5 എന്ന് വരും. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലും ചെയ്തത്. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ എഫ് ഓഫ് എക്സ് എഴുതുന്നു. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? ഇവിടെ എഫ് എക്സിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്ന x plus 1 ആണ്. സോ x plus 1. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാലോ എഫ് ഓഫ് 0 അല്ലേ? അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിനോട് 1 കൂട്ടണം. അപ്പോൾ എഫ് ഓഫ് എ ആണെങ്കിൽ അതിനോട് 1 കൂട്ടണം. അപ്പോൾ എഫ് ഓഫ് 0 ആണെങ്കിൽ 0 1 കൂട്ടണം. അപ്പോൾ 1 എന്ന് വരും അല്ലേ? എഫ് ഓഫ് 0
ദാറ്റ് ഈസ് 0 പ്ലസ് 1 വരും. വേണമെങ്കിൽ ആ സ്റ്റെപ്പ് കൊണ്ട് എഴുതിക്കാം. ഇവിടെ x ആണെങ്കിൽ x പ്ലസ് 1, 0 ആണെങ്കിൽ 0 പ്ലസ് 1, ദാറ്റ്സ് ഈക്വൽ ടു 1. നൗ f of a plus h എന്ന് പറഞ്ഞാൽ f of 0 പ്ലസ് h ആണ്. ആണെങ്കിൽ 0 പ്ലസ് hന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടും, ദാറ്റ്സ് ഈക്വൽ ടു h പ്ലസ് 1 എന്ന് വരും. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത് f of a plus 2h എന്ന് പറഞ്ഞാൽ f of 0 പ്ലസ് 2h. അപ്പോൾ 0 പ്ലസ് 2hന്റെ കൂടെ 1 കൂടെ വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2h പ്ലസ് 1. വേണമെങ്കിൽ ഒരു ടൈം കൂടെ കണ്ടുപിടിക്കാം. f of a പ്ലസ് നമുക്ക് പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. f of 0 പ്ലസ് 3h എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 3hന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുന്നു, ദാറ്റ് ഈസ് 3h പ്ലസ് 1. ഇനി നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ a ആയിരുന്നെങ്കിൽ f of a ആയിരുന്നെങ്കിൽ 1 വന്നു, a പ്ലസ് ആണെങ്കിൽ 1 പ്ലസ് h വന്നു, a പ്ലസ് 2h ആണെങ്കിൽ 1 പ്ലസ് 2h വന്നു, f of a പ്ലസ് 3h ആണെങ്കിൽ 1 പ്ലസ് 3h വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വേണ്ടത് f of a പ്ലസ് n മൈനസ് 1 ഇൻറ്റു h ആണ്. എന്ത് വരും മക്കളെ? ദാറ്റ് ഈസ് നമുക്കറിയാം, ദാറ്റ് ഈസ് ഇവിടെ എന്ത് വരുന്നോ അതിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യും. അപ്പോൾ f of 0 പ്ലസ് n മൈനസ് 1 ഇൻറ്റു h ആണ്. എന്ന് പറഞ്ഞാൽ n മൈനസ് 1 ഇൻറ്റു hന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇതാണ്. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ a to b ഫോർമുല എഴുതണം. fx dx is equal to limit h tends to 0 h into formula f of a plus h plus f of a plus 2h plus etc plus f of a plus n minus 1 into h. Okay മക്കളെ, so that's equal to, ഇനി നമുക്ക് വാല്യൂസ് ഇവിടെ ഇട്ട് കൊടുക്കാം. that's equal to limit h tends to 0 h into f of a യുടെ സ്ഥാനത്ത് 1 ആണ്, പ്ലസ് 1 പ്ലസ് h പ്ലസ് 1 പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു h. ഓക്കെ, so that's equal to limit h tends to 0 h into, മക്കളെ നോക്കിക്കേ എത്ര 1 ഉണ്ടെന്ന് നോക്കിക്കേ. 1 പ്ലസ് h 1 പ്ലസ് 2h ലാസ്റ്റ് 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു h. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ n ടേംസാണ് ഉള്ളത്. ആ n ടേംസിനകത്തും 1 ഉള്ളത് കൊണ്ട് n ടൈംസ് 1 കൊണ്ടുപോകുമ്പോൾ നമുക്ക് n ഇൻറ്റു 1 എന്ന് വരും, ദറ്റ് ഈസ് n എന്ന് വരും. 1 പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് n ടൈം. 2 ടൈംസ് 1 കൂട്ടുമ്പോൾ 2 ആവും, 3 ടൈംസ് 1 കൂട്ടുമ്പോൾ 3 ആകും, 4 ടൈംസ് 1 കൂട്ടുമ്പോൾ 4 ആവും. അപ്പോൾ n ടൈംസ് 1 കൂട്ടുമ്പോൾ n ആവും. ഓക്കെ, പ്ലസ് അപ്പോൾ 1ന്റെ ടൈംസുകളെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി h പ്ലസ് 2h പ്ലസ് 3h പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് n മൈനസ് 1 ഇൻറ്റു h. So from all these terms we can take an h as a common term. So that's equal to limit h tends to 0 h times n plus, if you take h outside, so 1 plus 2 plus 3 plus etc plus last term is n minus 1, right? Okay. So as in the previous question, this is nothing but sum of the first n minus 1 natural numbers. So we can apply that formula here. So limit h tends to 0 h times n plus h into, what is sum of the first n natural numbers? That we know, sigma n is equal to n into n plus 1 divided by 2 as we discussed in the earlier case, in the previous problem. So this is in this case it is sigma n minus 1. So we can just replace n by n minus 1. So it is n minus 1 into n minus 1 plus 1 by 2. That we have already discussed in the previous question. So the similar method is here. So minus 1 plus 1 get cancelled. So that's equal to limit h tends to 0 h into n plus, here we have
n into h is already here, h times n minus 1 into n, okay, by 2, right? Yes. Now go back to equation number 1. What is equation number 1? Equation number 1 says nh, the value of nh, here it is, value of nh is 5. So we can replace that value by 5. Okay. So I will just note here a value of nh so that we can use it whenever we want this. nh is equal to 5. Okay. Okay, so that's equal to limit h tends to 0. When we open the bracket, this is nh plus h into h square into n is already there, this n, times n minus 1 divided by 2, right? Okay, now we can replace the value of nh is equal to 5. So limit h tends to 0, nh is 5 plus, you can note the reason because it is as equation number 1 implies nh is equal to 5, so that's why we are replacing that value by 5. Okay, so here we have an h square, so from that we can take 1 h and 1 n, so it is nh, and nh is 5, so 5 times, so 1 nh, now one more h is here, so into h into n minus 1 divided by 2. Okay, so here we have h square, so that is why nh into h, so nh is 5, so 5 into h. Okay, so that's equal to limit h tends to 0. As in the previous problem, we can take one more n outside, so 5h into, if you take n outside, we will get 1 here and 1 by n here by 2. Okay, if you open the bracket, you can see that this is a 5 is here, 5h is here. Now when we open the bracket, n into 1, that is n into 1 by n, and then it cancel giving back 1, so that will be the same. Okay, now we can, if you watch carefully, you can see that one more nh is here, n into h is here, so that can also be replaced by the value 5. So that's equal to limit h tends to 0, 5 plus nh is here, so 5 into 5, this is nh, okay, into 1 minus 1 by n divided by 2. Okay, okay, my dear friends. So as in the previous case, we know that when h tends to 0, 1 by n tends to h tends to 0, then n tends to infinity. As the number of partitions increases, the width of the interval turns to 0. As n tends to infinity, 1 by n tends to 0. That we have already discussed in the previous question. So we can replace that. So when we open the bracket, before that, limit h tends to 0, 5 plus, when we open this bracket, this is 25, 5 into 5 into 1, 25 minus 25 into 1 by n divided by 2. So we can split it into 2 by 2. Okay. Now this is that constant term, so 5 plus 25 by 2, that is constant, minus limit h tends to 0, 25 by 2 is a constant into 1 by n, and as n tends to infinity, 1 by n tends to 0, so this becomes 0. So the answer is 5 plus 25 by 2 minus 0, that's equal to 5 plus 25 by 2. When we simplify that, we can see that this is 5 into 2, 10, 10 plus 25 divided by 2, that's equal to 35 over 2. Okay, okay, makkale. So that's the answer, 35 by 2. Okay, that's the simplification. അപ്പോൾ മക്കളെ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് വേണമെന്ന് ചെക്ക് ചെയ്യാം ആൻസർ. 0 to 5 x plus 1 dx എന്നായിരുന്നല്ലോ ക്വസ്റ്റ്യൻ, x plus 1 dx. അപ്പോൾ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്
എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ് പ്ലസ് എക്സ് എന്ന് വരും. ലിമിറ്റ് 0 to 5 കൊടുക്കുക. അപ്പർ ലിമിറ്റ് ഈസ് 5 സ്ക്വയർ ബൈ 2 പ്ലസ് 5. ലോവർ ലിമിറ്റ് വരുമ്പോൾ 0 ആയതുകൊണ്ട് വാല്യൂ കംപ്ലീറ്റ് 0 ആയിരിക്കും. ഇത് ഈസ് 25 ബൈ 2 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 35 ബൈ 2. ഇതാണ് ശരിക്കും നമുക്ക് കിട്ടേണ്ട ആൻസർ. ഇത് ഈ ഒരു സ്റ്റെപ്പിൽ കിട്ടേണ്ട സാധനമാണ്. നമ്മൾ ഇങ്ങനെ ലിമിറ്റ് ഓഫ് എ സം എന്നുള്ള ഐഡിയ വെച്ച് ചെയ്യുമ്പോൾ അത്രയും സിംപ്ലിഫിക്കേഷൻസ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഈ വാല്യൂ കിട്ടത്തുള്ളൂ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ലിമിറ്റ് ഓഫ് എ സം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് പഠിച്ചു വയ്ക്കാം മെത്തേഡ്. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് റിപ്പീറ്റഡ്ലി ചെയ്ത് പഠിക്കുക. മെത്തേഡ് കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം അതിൻ്റെ കൂടുതൽ വന്നോളും. അപ്പോൾ മക്കളെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. Till then, stay safe and have a nice day.